ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. അറ്റകുറ്റപ്പണിയുടെ മറവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം ഭാഗികമായി അന്വേഷണ സംഘം കണ്ടെത്തി. കർണാടകയിലെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നാണ് 50 പവനോളം സ്വർണം തെളിവെടുപ്പിനിടെ കണ്ടെത്തിയത്. സ്വർണ്ണ കവർച്ചയുമായി തനിക്ക് ബന്ധമില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ പറഞ്ഞു. ಕೇಳಿದ್ರು ಅದಾಳೆ ಹಿಂಗೆ ಏನು ಕತೆ ಬಂಗಾರ ಏನೆಲ್ಲ ಕೇಳಿದ್ರು. ಈ ವಿಚಾರ ಇರೋದಿಷ್ಟೇ, ಅವ್ರಿಗೆಲ್ಲ ಮಾಹಿತಿ ಅವ್ರು ಕೊಟ್ಟಿದ್ದೀವಿ. ಅವ್ರು ಕೋರ್ಟ್ ರಿಪೋರ್ಟ್ ಸಬ್ಮಿಟ್ ಮಾಡೋ ತನಕ ಬೇರೆ ಮಾಹಿತಿ ಏನು ಹೇಳ್ಬೇಡ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಹಾಗಾಗಿ ಅವ್ರಿಗೆ ನಾನು ಸಹಕರಿಸಬೇಕಂತ ಉದ್ದೇಶಕ್ಕೆ ನಾನು ಅದ್ರ ಬಗ್ಗೆ ಇನ್ನೂ ಮಾಹಿತಿ ಹೇಳಕ್ಕಿಲ್ಲ. ಬಟ್ 101% ನಾವೇನು ತಪ್ಪು ಮಾಡಿಲ್ಲ. ನಾವು ದೇವ್ರದ್ದು ಮಾಡೋ ಅವಶ್ಯಕತೆನೂ ಇಲ್ಲ. ನಾವು ವೆಲ್ ಆಫ್ ಇದ್ದೀವಿ. ನಾವು ಒಳ್ಳೆ ಬಿಸ್ನೆಸ್ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ನಮ್ಮ ಬಳ್ಳಾರಿಯಲ್ಲಿ ನಮ್ಮ ಬಿಸ್ನೆಸ್ಸು ಏನು ಕತೆ ಅಂತ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಗೊತ್ತು. ನಾನು ಎಂಥ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ಭಕ್ತ ಅಂತ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಗೊತ್ತು. ಸಪ್ರೇಟಾಗಿ ಹೇಳೋ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಬಟ್ ನಾವು ತಪ್ಪು ಮಾಡಿಲ್ಲ, ನಾವು ತಪ್ಪು ಮಾಡೋದೂ ಇಲ್ಲ, ತಪ್ಪು ಮಾಡೋ ಆಲೋಚನೆನೂ ಬರಲ್ಲ. ಯಾರು ಏನು ಮಾಡಿದ್ದಾರೆ ಅನ್ನೋದು ನಮ್ಗೆ ಐಡಿಯಾ ಇಲ್ಲ. ಅದಕ್ಕೆ ಅವ್ರಿಗೆ ಎಲ್ಲ ಸಹಕಾರ ಕೊಡಂತ ಹೇಳಿದರೆ ಪ್ರತಿಯೊಂದು ವಿಚಾರದಲ್ಲಿ ನಾನೆಲ್ಲ ಸಹಕಾರ ಕೊಡ್ತೀನಿ. ಏನು ನಮ್ಮ ಕಡೆಯಿಂದ ಏನು ತೊಂದರೆ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ചെന്നൈയിലേക്കും പോറ്റിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ശബരിമലയിലെ സ്വർണം തട്ടിയെടുത്ത് വിൽക്കുന്നതിന് പിന്നിൽ വൻ ഗൂഢസംഘമെന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ടി വി പ്രസാദും ഹരിമോഹനും അഭിജിത്ത് മുഴക്കുന്നും ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം ടി വി പ്രസാദിലേക്ക്. ടി വി പ്രസാദ്, ഗുഡ് ഈവനിംഗ്. തട്ടിപ്പ് സംഘമാണ്. അപ്പോൾ ആ കൊള്ള സംഘത്തിൽ ആരൊക്കെയെന്ന് SITയുടെ സഞ്ചാര വഴിയിൽ കണ്ടെത്തുകയാണോ? എങ്ങനെയൊക്കെയാണ് ഈ കണ്ണികൾ തമ്മിലുള്ള ബന്ധം നിൽക്കുന്നത്? ഗുഡ് ഈവനിംഗ് സുജയ. നമ്മൾ ഇവിടെ കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് എങ്കിൽ ഇതിന്റെ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ കൊണ്ടുപോകുന്ന സ്വർണം, ആ സ്വർണം എത്തിക്കുന്നതിനും അത് കൈമാറുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും വലിയ ശൃംഖല കേരളത്തിന് പുറത്ത് ഉണ്ട് എന്നതിലേക്കാണ് ഈ അന്വേഷണം പോകുന്നത്. നിലവിൽ അതിൽ ഒരാളെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിട്ട് കണ്ടെത്തിയതും അവിടെ നിന്ന് സ്വർണം കണ്ടെത്തുകയും ചെയ്ത്. അത് റോത്തം ജ്വല്ലറിയുടെ ഉടമയായ ഗോവർദ്ധനാണ്. ഗോവർദ്ധൻ ശബരിമലയിലെ സ്പോൺസർ എന്നാണ് നേരത്തെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. ആ സ്പോൺസറുടെ കയ്യിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൊടുക്കുമ്പോൾ ആ സ്വർണം ശബരിമലയിലേതായിരുന്നു എന്ന് അറിയില്ല എന്നായിരുന്നു ഗോവർദ്ധൻ പറഞ്ഞത്. മാത്രമല്ല സുജയ, 2019 മോഷ്ടിച്ച സ്വർണം അത് ഈ 2025 വരെ എങ്ങനെയാണ് ഒരു ജ്വല്ലറിക്കാരനായ ഗോവർദ്ധന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യമുള്ളത് സുജയ, ഈ റോത്തം ജ്വല്ലറിയിൽ തന്ത്രി അവിടെ പൂജ നടത്തിയിരുന്നു. പൂജ നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെയാണ് എന്ന് തന്ത്രി പറയുകയും ചെയ്യുന്നു. മാത്രമല്ല ജ്വല്ലറിയിൽ കൂടാതെ വീട്ടിലും പൂജ നടത്തിയതായി തന്ത്രി പറയുന്നു. അതായത് ഗോവർദ്ധന് ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന സൂചനയിലേക്കാണ് ഈ വിവരങ്ങളെല്ലാം പോവുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സുജയ, കേരളത്തിലെ നമ്മുടെ അയ്യപ്പന്റെ സ്വർണം ഇവിടെ നിന്ന് പോറ്റി എടുത്തു കൊണ്ടുപോയതിനു ശേഷം അത് കൈമാറ്റം ചെയ്യാനും ഉരുക്കാനും പിന്നീട് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരാനും എല്ലാം ചേർന്ന് വലിയൊരു സംഘം കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകളിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം. അതായത് കൃത്യമായ ഒരു പ്ലാനിംഗ് അവിടെ ഉണ്ടായിരുന്നു. സ്വർണം ഉരുക്കിയെടുത്ത് നാണയമാക്കി ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി സ്വർണ്ണ കട്ടിയാക്കി മാറ്റി. അതായത് കൃത്യമായ ആസൂത്രണത്തോടെ പലരുടെ ഇടപെടലോടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഗോവർദ്ധനിലേക്ക് എത്തുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന കണ്ണികൾ ആരാണ്? അതുകൂടിയാണ് അറിയേണ്ടത്. പ്രസാദ്, 2020 എന്ന് പറയുമ്പോൾ 5 കൊല്ലം മുമ്പേ കൊണ്ടുപോയ കൊള്ള മുതലാണ്, അല്ലെങ്കിൽ കട്ടതാണ്. ആ കട്ടവനെ ഇപ്പോഴാണ് കിട്ടിയത്. പക്ഷേ കിട്ടിയത് കട്ടവനെ മാത്രമാണോ, കട്ടവന്റെ കൂടെ ഉണ്ടായിരുന്നവരെ ഇനി കിട്ടുമോ? അതൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. പ്രസാദ്, ഹരിമോഹനിലേക്ക് പോവുകയാണ് ഞാൻ. ഗുഡ് ഈവനിംഗ് ഹരിമോഹൻ. അന്വേഷണ നീക്കം ശരിയായ ദിശയിലാണോ? തീർച്ചയായിട്ടും സുജയ, അന്വേഷണത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തുടക്കം മുതൽക്ക് അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു കടമ്പ എന്ന് പറയുന്നതായിരുന്നു ഈ തൊണ്ടി മുതൽ റിക്കവർ ചെയ്യുക എന്നുള്ളത്. അതിലേക്ക് അന്വേഷണ സംഘം കടന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്വർണം, അതായത് മോഷണം പോയി എന്ന് പറയുന്ന ഈ സ്വർണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് ഇന്നിപ്പോൾ പുലർച്ചയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന്, ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളുടെ ജ്വല്ലറിയിൽ നിന്ന് ഇപ്പോൾ വീണ്ടെടുത്തിട്ടുള്ളത്. അത് 400-ലേറെ ഗ്രാം സ്വർണ്ണമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ 476 ഗ്രാം നൽകി എന്നുള്ളതായിരുന്നു നേരത്തെ സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിട്ടുള്ള മൊഴി. അതനുസരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലാണ് 400-ലേറെ ഗ്രാം സ്വർണം, ഏകദേശം തത്തുല്യമായിട്ടുള്ള സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. ഇത് സ്വർണ്ണക്കട്ടികളുടെ രൂപത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ഇതിൽ ഗോവർദ്ധൻ നൽകുന്ന മൊഴി അനുസരിച്ചുകൊണ്ട് നമുക്ക് ഗോവർദ്ധന്റെ മൊഴിയിലേക്ക് ഒന്ന് പോകാം. ഹരിമോഹൻ, ഗോവർദ്ധന്റെ മൊഴി നമ്മുടെ ഡാറ്റാ സെന്ററിൽ നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഗോവർദ്ധൻ ഒരു നിർണായക ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സാക്ഷിയായി ഗോവർദ്ധൻ വരുമ്പോൾ ഗോവർദ്ധൻ പറഞ്ഞ കാര്യങ്ങളും പ്രസക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തലാണ് ഇന്നുണ്ടായത്.